വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, കാർണിവൽ ഐലൻഡിൽ ഇത്തവണ കാർണിവലുകളുടെ 25ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിൽ ഫുർഫുറി നഗരത്തിന്റെ ഫ്ലോട്ടും അവതരിപ്പിക്കുന്നുണ്ട്. പൊളിച്ചെടുത്തല്ലോ. മോട്ടുപത്തിൽ എവിടെ പോയി? ഫ്ലോട്ട് ഉദ്ഘാടനം ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞല്ലോ. അവരെ ഇതുവരെ കണ്ടില്ല. ഓയ് മോട്ടുപൊത്തിൽ ഒന്ന് പെട്ടെന്ന് വരൂ ചങ്കള്. ഡോക്ടർ ജഡ്ക, ഞങ്ങൾ 2 മിനിറ്റിനുള്ളിൽ എത്തും. പത്തിലോ സ്കൂട്ടർ നോക്കിക്കോണേ. സോറി സോറി. പൊളിച്ചെടുത്തല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? മോട്ടുപത്രം ഇതുവരെ വന്നില്ല. ഞങ്ങൾ മോട്ടുവും പത്തലും മുത്തച്ഛനെ ഞങ്ങളുടെ ഫ്ലോട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ സന്തുഷ്ടരാണ്, കാരണം നിങ്ങൾ നിങ്ങളുടെ കാർണിവലിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നതിന്. താങ്ക് യു സാറേ, താങ്ക് യു. നിങ്ങളുടെ ഫ്ലോട്ട് മനോഹരമായിരിക്കുന്നു. സത്യത്തിൽ ഈ പാവകളെ കണ്ടാൽ ഒറിജിനൽ പോലെ തന്നെയുണ്ട്. എന്ത്? തേനീച്ചയുടെ കുത്തേറ്റ് പാവയുടെ മൂക്ക് ചുവന്നിരിക്കുന്നു. ശരിക്കും ഒറിജിനൽ ആണെന്ന് തന്നെ തോന്നുന്നു. ശരിക്കും ഇതൊരു മനുഷ്യൻ തന്നെയാണെന്ന് തോന്നുന്നു. മുത്തശ്ശ, ഇത് പ്രതിമയല്ല, സത്യമാണ്. ഭയങ്കരമായിരിക്കുന്നു, ഭയങ്കരം. നിങ്ങൾ മനുഷ്യന്മാരെ പാവകളാക്കി നിർത്തിയിരിക്കുകയായിരുന്നോ? വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു മുത്തശ്ശ. ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. ഞങ്ങൾ ബൊമ്മയെ പോലെ വേഷം കെട്ടി വന്ന് നിന്നാൽ ഞങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. വളരെ നല്ലത്, വളരെ നല്ലത്. ഐ ലൈക്ക് ഇറ്റ്. കാർണിവൽ ഐലൻഡിൽ നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ടാകും.
എല്ലാവരും ടെന്റുകളിൽ നിന്നും പുറത്തേക്ക് വരിക. മുത്തശ്ശൻ വരുന്നുണ്ട്. അല്ല, ആരും ക്യാമ്പ് ഫയർ കത്തിച്ചില്ലേ? എന്നാ ശരി, ഞാൻ തന്നെ അങ്ങ് കത്തിച്ചേക്കാം. പൊളിച്ചെടുത്തല്ലോ. എന്താ പെട്ടെന്ന് ഭയങ്കര ചൂട് തോന്നുന്നേ? എന്റെ അമ്മോ, എനിക്ക് തോന്നുന്നത് മുന്നിൽ ഭയങ്കര തണുപ്പായത് കൊണ്ട് പിന്നിൽ നമുക്ക് ചൂട് തോന്നുന്നതാണ്. ആ എന്റെ അത്തിപ്പാറ അമ്മച്ചി, പുറകിന്ന് ചൂട് കൂടി വരികയാണല്ലോ ചങ്കുകളെ. മോട്ടും പത്തിലും എല്ലാവരുടെയും പുറകെ തീ പിടിപ്പിച്ചിരിക്കുന്നു. എന്നിട്ടിപ്പോ ഊതിക്കെടുത്താൻ ശ്രമിക്കുകയാ. അതെ, ഇതേതായാലും കൊള്ളാം, കാണാൻ നല്ല രസമായിട്ടുണ്ട്. സോറി സോറി, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്. നിങ്ങളെ എല്ലാവരെയും കാർണിവൽ ഐലൻഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു കാർണിവൽ ഐലൻഡ്. ടാബ്ലോ ഫ്ലോട്ടുകളുടെ മത്സരം ആരംഭിക്കുന്നു. ആരുടെ ഫ്ലോട്ടാണോ ഏറ്റവും നല്ലത്, എല്ലാ വർഷത്തെയും പോലെ 25 അല്ല $50,000 സമ്മാനമായി ലഭിക്കുന്നു. നാളെ രാവിലെ നിങ്ങളെ എല്ലാവരെയും കാർണിവൽ ഐലൻഡിൽ ബൈ എയർ ഞാൻ കറങ്ങാൻ കൊണ്ടുപോകാം. അതാ കണ്ടോ, ആ നടുക്ക് കാണുന്നതാണ് നമ്മുടെ കാർണിവൽ ഐലൻഡ്. പിന്നെ അവിടെ ആ കാണുന്നതാണ് സ്കോർപിയൻ ഐലൻഡ്. പിന്നെ ഇതാണ് ക്രോക്കോഡൈൽ ഐലൻഡ്. മനസ്സിലായോ? ഇതിനെയാണ് ടൈഗർ ഐലൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ലയൺ ഐലൻഡ്. പിന്നെ ഇതാണ് അനക്കോണ്ട ഐലൻഡ്. ആ കാണുന്നതാണ് ഡൈനോസോർ ഐലൻഡ്. അല്ല, ഇത്രയും ഭംഗിയുള്ള ഐലൻഡിനൊക്കെ എന്തിനാ ഇത്രയും പേടിപ്പിക്കുന്ന പേരുകൾ വെച്ചിരിക്കുന്നത്? ഇതിന്റെ ഉടമസ്ഥനും പേടി തോന്നുന്ന ആളാണല്ലോ. ആ ഐലൻഡിൽ ആരും വരാൻ അയാൾ ഇഷ്ടപ്പെടുന്നില്ല. അയാൾ എല്ലാ കുറ്റങ്ങളും ചെയ്യുന്നു, സ്മഗ്ലിംഗ് ഇഷ്ടവിരോധവും. അതുകൊണ്ട് തന്നെ എന്റെ ഐലൻഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അയാൾ എന്റെ പുറകെ കൂടിയിരിക്കുകയാണ്. അയാളുടെ പേരെന്താണ്? മഗ്രാൽ. പൊളിച്ചെടുത്തല്ലോ. നിനക്ക് വിശപ്പുണ്ടോ? എന്നാ കഴിച്ചോ. ഗസിത്താറാംജി, ഒന്നിന് കൊടുത്താൽ ഇനിയും ഒരുപാടെണ്ണം വരും. കൊടുക്കണ്ട. എനിക്ക് കടൽ പക്ഷികളെ കഴിപ്പിക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. നീ കഴിച്ചോ. എന്നാ എന്റെ അത്തിപ്പാറ അമ്മച്ചി, ഇപ്പൊ നിന്റെ 20 വർഷത്തെ അനുഭവം എവിടെ പോയി വസിട്ട്? ബൈ ബൈ. ഇനി നിങ്ങൾ തനിയെ രക്ഷപ്പെട്ടോളൂ. അല്ല പത്തിലോ, ഈ പൈലറ്റ് എന്തിനാ എടുത്ത് ചാടിയത്? എനിക്കറിയില്ല. നീ വേണമെങ്കിൽ പൈലറ്റിന്റെ അടുത്ത് പോയി ചോദിക്കേ.
തനിക്ക് പ്ലെയിൻ എന്താ നേരെ ഓട്ടിക്കാൻ അറിയില്ലേ? എന്നാ പിന്നെ ഇന്നാ നീ തന്നെ മര്യാദക്കൊന്ന് ഓടിക്ക്. എന്തിനാ ഹാൻഡിൽ പറിച്ചെടുത്തത്? ഇനി എങ്ങനെ പ്ലെയിൻ ഓടിക്കാൻ സാധിക്കാ? മോട്ടു പത്ലു, നിങ്ങൾ സത്യത്തിൽ നല്ല മിടുക്കന്മാര് തന്നെ. എന്നെ രക്ഷിച്ചതിൽ നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. മെനി മെനി താങ്ക്സ്. എന്നാലും ആ പൈലറ്റ് എന്തിനാ ഇതിന്ന് എടുത്ത് ചാടിയത്? ഇതെല്ലാം ആ മഗ്രാലിന്റെ പണിയാണ്. എന്റെ കാർണിവൽ ഐലൻഡ് അവന് കൊടുക്കാത്തതിന്റെ ദേഷ്യമാണ്. എന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് നിങ്ങൾ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷേ ഇനി ഒരിക്കൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് വരില്ല. അവന്റെ ഒരു പണി ഇവിടെ നടക്കില്ല. വരും പത്ലു, അവനെ കാണേണ്ടതുപോലെ കണ്ടിട്ട് വരാം നമുക്ക്. എന്റെ പത്ലു, ഒരു കടയിലും സമൂസ കാണുന്നില്ലല്ലോ. എന്ത് സ്ഥലമായത്? ഇവിടെയുള്ള ആൾക്കാരൊന്നും സമൂസ കഴിക്കാറില്ലേ? അതിനിപ്പോ സമൂസ ഇല്ലെങ്കിൽ എന്താ? അങ്ങോട്ട് നോക്ക്, എത്ര സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നെന്ന്. ഇഷ്ടമുള്ളത് എടുത്ത് കഴിച്ചോ. മോട്ടു ദേ അത് നോക്ക്. രാത്രി അവനായിരുന്നു നമ്മുടെ ടെന്റിന്റെ പുറകിൽ ഉണ്ടായിരുന്നത്. വാ, നമുക്ക് അവനെ പിടിച്ചിട്ട് ചോദിക്കാം നമ്മുടെ ടെന്റിന്റെ പുറകിൽ അവൻ എന്തെടുക്കായിരുന്നു എന്ന്. ഹലോ, ഇന്നലെ രാത്രി മോട്ടു, ചോദ്യം ചെയ്യലൊക്കെ ഞാൻ ആയിക്കോളാം. ഈ കാര്യത്തിൽ ഞാൻ എക്സ്പേർട്ട് ആണ്. ഏയ് എടാ നീർക്കോലി പയ്യ, ഇന്നലെ രാത്രി നീ ഞങ്ങളുടെ ടെന്റിന്റെ പുറകെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? മര്യാദക്ക് പറഞ്ഞോ 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 ഇപ്പൊ തന്നെ പറഞ്ഞോ. എന്നോടൊന്നും ചോദിക്കല്ലേ, എന്തേലും ഉണ്ട് ഇത് അവന്റെ അടുക്ക ചോദിച്ചോ. ആരോടാ ചോദിക്കേണ്ടത്? പറ 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 പറ. ഇവിടെയെങ്ങും ആരും ഇല്ലല്ലോ, ആരോട് ചോദിക്കാനാ? സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഇനി പറ, ഇന്നലെ രാത്രി ടെന്റിന്റെ പുറകിൽ എന്തെടുക്കുമായിരുന്നു? നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. നിങ്ങൾ എന്ത് നല്ല മനുഷ്യരാണ്. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം മാത്രം ഓർത്തോ, കാർണിവലിന്റെ രാത്രിക്ക് മുമ്പ് ഇവിടുന്ന് പൊക്കോണം, ഇല്ലെങ്കിൽ ആരും ബാക്കിയാണില്ല. അല്ല, നീ എന്താ ഈ പറയുന്നത്? ആരും രക്ഷപ്പെടില്ല എന്ന് വെച്ചാ? അതെനിക്ക് ശരിക്കും അറിയില്ല. അത് നിങ്ങളോട് എന്റെ ബോസ് പറയും. അത് അദ്ദേഹത്തിനോട് ചോദിക്കുക. മോട്ടു, എനിക്കിപ്പോ തോന്നുന്നു അവൻ പിന്നെ ഓടി രക്ഷപ്പെട്ടെന്നാ. നമുക്ക് ഇവിടുത്തെ പോലീസ് ഇൻചാർജിനോട് ഈ വിവരം പറഞ്ഞേ പറ്റൂ. വേഗം വാ. കാർണിവലിന്റെ അന്ന് രാത്രി എല്ലാം തീരും, എല്ലാം തീരും.
കമ്മീഷണർ ഹർബാൽ സിംഗ് എന്നാണ് എന്റെ പേര്. സ്നേഹം കൊണ്ട് ആളുകൾ എന്നെ ഹാരി എന്ന് വിളിക്കോ. ചെല്ല്, ചെന്ന് വീട്ടിൽ പോയി മനസ്സമാനത്തോടെ വിശ്രമിക്ക. ഇവിടെ ഒന്നും സംഭവിക്കില്ല. പിന്നെ ഈ കാര്യം നിങ്ങളോട് ആരാ പറഞ്ഞത്? സർ, ഞങ്ങൾക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് ആരാ പറഞ്ഞെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അലോ മീ ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ടു യു. ഐ ആം ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. നീ വെറും സാധാരണ ഒരു ഇൻസ്പെക്ടർ ആണ്. ഹൗ ഡെയർ യു ഓഫർ എ ഷേക്ക് ഹാൻഡ്? അതിന് നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? സല്യൂട്ട് മീ. സോറി സർ. യെസ് സർ, സല്യൂട്ട്. അറ്റൻഷൻ. പൊളിച്ചെടുത്തല്ലോ കമ്മീഷണർ സാറേ. പെരേഡൊക്കെ പിന്നെ നടത്താം. ആദ്യം ഐലൻഡ് രക്ഷിക്കണം സാറേ. എന്റെ സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റ് ആണ്. ഇവിടെ ഒന്നും തന്നെ സംഭവിക്കില്ല. ഓ, പിന്നെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ഇതറിഞ്ഞാൽ ആളുകൾ വെറുതെ പേടിച്ചു പോകും. All of you, attention. About turn. March fast. Left, right, 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 left. എന്റെ അമ്മോ, മുന്നിലൊരു വലിയ മതിലുണ്ടല്ലോ. പെരേഡാണെങ്കിൽ നിർത്താനായാലും പറയുന്നില്ല. Left, right, 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 left. Parade stop. ഇപ്പോഴാണ് നിർത്താൻ പറയുന്നത്. നിങ്ങൾ പറയാൻ വന്ന കാര്യം കമ്മീഷണർ എന്നോട് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഹാരി ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഭയപ്പെടാനില്ല. അയാൾ എന്റെ പുതിയ സെക്യൂരിറ്റി കമ്മീഷണറാണ്. അയാളുടെ അറേഞ്ച്മെന്റ്സ് നോക്കൂ. ഞാൻ ഓരോന്നായി കാണിച്ചു തരാം. ഡോർ വിൻഡോ ക്ലോസ്. വാവ്, നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോ എല്ലാം അടഞ്ഞല്ലോ. ഇവിടെ ഒരു പരുന്ത് പോലും പറക്കില്ല അല്ലേ? ഇനി അഥവാ പരുന്ത് വന്നാൽ തന്നെ പുറത്തേക്ക് പോകാനാകില്ല. അതെന്താ പുറത്തു പോകാൻ പറ്റാത്തത്? എല്ലാ വാതിലുകളും ജനലുകളും തുറന്നിരിക്കുകയല്ലേ? എങ്കിൽ ശരി, നിങ്ങളൊന്ന് പുറത്തു പോയി കാണിക്കാമോ? ഇതെന്തൊരു മാന്ത്രികതയാണ്! ഇവിടെ അവിടെയും ഇവിടെയും ഒക്കെ വാതിലും ജനലും കാണാം, പക്ഷെ അതൊന്നുമല്ല. പിന്നെ എവിടെ കാണുന്നില്ലയോ അവിടെയുണ്ട്. ഇത് നോക്കൂ. മുത്തശ്ശ, ഒരു വീടിന് സെക്യൂരിറ്റി കൊടുക്കുന്നതൊക്കെ വലിയ എളുപ്പമാണ്. പക്ഷെ ഈ മുഴുവൻ ഐലൻഡിനും ഇതുപോലത്തെ സെക്യൂരിറ്റി കൊടുക്കുന്നത് നടക്കുന്ന കാര്യമല്ല. കാർണിവലിന്റെ രാത്രി ഇവിടെ ഒരുപാട് ആളുകൾ വരും. നല്ല ആൾക്കൂട്ടം ഉണ്ടാവും. ഹാരി സാറിന് എവിടെയെല്ലാം നോക്കിയിരിക്കാൻ കഴിയും. എവിടെയെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായാൽ എല്ലാം അതോടെ അവസാനിക്കും മുത്തശ്ശ. എന്റെ പത്ലു, ഹാരി ഒരുപാട് കഴിവുള്ള മനുഷ്യനാണ്. അയാൾ ഉള്ളിടത്തോളം കാലം ഈ ഐലൻഡിന് ഒന്നും സംഭവിക്കില്ല. നീ വിഷമിക്കാതിരിക്കും. ഓക്കെ മുത്തശ്ശ, ഓക്കെ. പക്ഷേ ഇവിടെ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. നോക്കിക്കോ. ഓട്ടോ പത്തിനോട് എങ്ങനെയാണ് മനസ്സിലായത്? കാർണിവലിന്റെ രാത്രി നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം അവരെങ്ങനെയാണ് അറിഞ്ഞത്?
എനിക്കറിയില്ല സാർ. പക്ഷെ ഇക്കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഈ മോട്ടുപത്രം എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന്. കാർണിവൽ ഐലൻഡിൽ എന്തു തന്നെ സംഭവിച്ചാലും എനിക്ക് അറിയാൻ പറ്റാ. അതാണ് ഞാൻ. എനിക്ക് ഒരിക്കലും റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. ഇനി മോട്ടു പത്ലുവിനെ എന്റെ ഏജന്റ് എക്സ് തന്നെ തടഞ്ഞോളൂ. ഏജന്റ് എക്സിനെ വിളിക്കൂ പെട്ടെന്ന്. ഏജന്റ് എക്സ്! എന്നെ എന്തിനാണ് ഇപ്പൊ വിളിച്ചത്? മോട്ടു പത്ലു എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എന്റെ സ്ഥലത്ത് വന്ന് എന്റെ ആളുകളെ തന്നെ തല്ലിയവ. ഇവനെ തല്ലി, അവനെ തല്ലി, അവനെ തല്ലി, ഇവനെ തല്ലി, ഇവനെയും തല്ലി, പിന്നെ ഇവനെയും കൂടി തല്ലി. അവന്മാരെ എന്റെ വഴിയിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ എന്റെ ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല. എല്ലാം ഞാൻ നോക്കിക്കോളാം. പത്ലു, നമ്മൾ ഏത് സിനിമ കാണാൻ വേണ്ടി എങ്ങോട്ട് വരാൻ പറഞ്ഞേ? അറിയില്ല, വാ നോക്കി നോക്കാം. അവിടെ നിക്ക. കൂട്ടുകാരെ, എനിക്കൊരു ഫിലിമിന്റെ CD ലഭിച്ചിട്ടുണ്ട്. ഞാനത് നിങ്ങളെ കാണിക്കാൻ താല്പര്യപ്പെടുന്നു. ഇത് കാർണിവലിൽ നിന്ന് രാത്രി തന്നെ പൊട്ടിത്തെറിക്കണ. മൊത്തം തകർന്ന് തരിപ്പണമാകണ. നിങ്ങളാവുമ്പോ ആർക്കും സംശയം കാണില്ല. ഇതാ 20 കോടി. പണി കഴിഞ്ഞതിന് ശേഷം 20 കോടിയും കൂടി തരാം. ഓക്കെ? Grandpa, you are finished. ബോസ്, ഈ പൈസയുടെ ബാഗ് മോട്ടു പത്ലുവിന്റെ ടെന്റിൽ നിന്നും കിട്ടിയതാണ്. പിന്നെ ഈ ബോംബുകളും അവരുടെ ഫ്ലോട്ടിൽ നിന്നും കിട്ടി. മോട്ടു പത്ലു, നിങ്ങൾ? അതെ, ഇത് കള്ളമാണ്, വിശ്വസിക്കരുത്. അത് ഞങ്ങളല്ല, ആരോ നമ്മളെയൊക്കെ കളിപ്പിക്കുകയാണ്. മോട്ടു പത്ലു, parade starts. Attention! Standard is. എന്റെ പത്ലു, ഒന്ന് പതുക്കെ ചെയ്താലെന്താ നിനക്ക്? Cadets, ഇവരെ എവിടെ നിന്ന് കൊണ്ടുപോവോ? Watch India's largest kids library only on Jio Hotstar. Download the app now.